ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി എന്താണെന്ന് നോക്കാനാണ്. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണ് എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ സക്സസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കരിയർ വൈസ് നോക്കുകയാണെങ്കിലും ലവ് ലൈഫ്, മാരേജ് ലൈഫ് നോക്കുകയാണെങ്കിലും നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. റൊമാൻറ്റിക് എനർജി ഉണ്ട്, കെയറിങ് എനർജി ഉണ്ട്. നല്ല ഒരു ദിവസമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് നിങ്ങളുടെ ദിവസം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻ്റർവ്യൂവോ എന്തെങ്കിലും കോമ്പറ്റീഷനോ ഉണ്ട് എങ്കിൽ സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ ബർത്ത്ഡേ ആണ്, ഇല്ല എങ്കിൽ ഇവിടെ സെലിബ്രേഷൻ, മാരേജ്, ആരുടെയോ മാരേജ്, അതിന് നിങ്ങൾ സെലിബ്രേഷൻ ചെയ്യുന്നുണ്ട്. സെലിബ്രേഷൻ്റെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫാമിലിയുടെ കൂടെ. ചില ആൾക്കാർ ഇന്നത്തെ ദിവസം അവരുടെ ഭാഗ്യത്തിന് തന്നെ ദോഷം പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് അടുത്തുള്ളവർ, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അറിയാവുന്നവർ പല ആൾക്കാരുടെ മാരേജ് കഴിഞ്ഞു, നിങ്ങൾക്ക് മാത്രം മാരേജ് കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിന് ദോഷം പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഇന്ന് നിങ്ങൾ ആരുടെയെങ്കിലും മാരേജിന് പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ അത് കാണുമ്പോഴും സഫറിങ് അനുഭവിക്കുന്നതായിട്ട്. ഇതേപോലെ ഞാനും ഒരു ദിവസം സന്തോഷമായിട്ടല്ലേ ഉണ്ടായിരുന്നത്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു, ഞാനിപ്പോൾ വിഷമാവസ്ഥയിലാണല്ലോ ഉള്ളത് എന്ന് ആലോചിച്ച് നിങ്ങളും അങ്ങനെയുള്ളവരും ഭാഗ്യത്തിന് ദോഷം പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ മറ്റുള്ള ദിവസത്തിനെക്കാട്ടി കൂടുതൽ ഇന്നത്തെ ദിവസം ഒറ്റപ്പെട്ട് ആവശ്യമില്ലാതെ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ മാരേജ് ആയവരാണ് എങ്കിൽ മാരേജ് ലൈഫിനെ കുറിച്ച് ആലോചിച്ച് സഫറിങ്, മാരേജ് ആവാത്തവരാണ് എങ്കിൽ എന്തുകൊണ്ട് മാരേജ് ആവാത്തത് എന്നാലോചിച്ച് വിഷമിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇന്ന് റൊമാൻറ്റിക് എനർജിയിലായിരിക്കും നിങ്ങളെന്ന് ഞാൻ പറയാൻ കാരണം ഇന്ന് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ ആരോടോ എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഏതെങ്കിലും ടെമ്പിളിൽ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഏതോ ഒരു സന്യാസിയുടെ അല്ല എങ്കിൽ ആരുടെയോ ആശീർവാദം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള മൂഡിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള മൂഡിലിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ പോലും വളരെ ക്ലിയർ കട്ടായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എനിക്ക് നിന്നെ നാളെ കാണണം, കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി. ചില ആൾക്കാരുടെ പേഴ്സൺ ദേഷ്യപ്പെടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ ആരോടെങ്കിലും ചാറ്റ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമില്ല, എനിക്ക് ഇഷ്ടമില്ല നീ അവരോട് ചാറ്റ് ചെയ്യുന്ന, അവരെ നിന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ നിന്ന് ഔട്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് പറയുന്നതായിട്ട്. അപ്പോൾ ഇതും ഒരു സ്നേഹമാണ്. സ്നേഹം ദേഷ്യത്തിലൂടെ വരുന്നു എന്ന് മാത്രം. ഇവിടെ ഇന്നത്തെ ദിവസം സ്നേഹവും ഉണ്ടാകും, വഴക്കും ഉണ്ടാകും. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങളും തിരിച്ച് വഴക്കുണ്ടാക്കും. പക്ഷേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുകയാണ് എങ്കിൽ അവിടെ ആ ഒരു വഴക്ക് ഉണ്ടാവത്തില്ല. ദിവസം ഇവർ കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവർ കരിയർ വൈസിൽ എന്തൊക്കെയോ തീരുമാനിച്ച് വച്ചിരുന്നു, അതനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ല, അത് കാരണം വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ പല കാര്യങ്ങളും ഇവർ ആഗ്രഹിച്ച പോലെ നടത്താൻ ഇവർ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിന് വേണ്ടത് പൈസയാണ്. പൈസ ഇല്ലാത്തതാണ് ഇവർ വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ എല്ലാം ഉണ്ടായിട്ടും ഇന്നത്തെ ദിവസം അവർ അവരുടെ ആഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.